അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിർക്കൽ ചക്രവർത്തിയുടെ മുമ്പിൽ സീസർ, അന്നത്തെ സീസറിൻ്റെ പേര് ഹിർക്കൽ എന്നായിരുന്നു, ഹിറാക്ലിയസ് എന്നായിരുന്നു എന്ന് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചക്രവർത്തി ക്ഷണിച്ചതനുസരിച്ച് ചക്രവർത്തിയുടെ മുമ്പിലെത്തിയ അബൂ സുഫിയാൻ, അന്ന് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല, ഇസ്ലാമിലെത്തിയിട്ടില്ല എന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയായി ഉണ്ടായി, നല്ല സഹാബിയായി മാറുകയൊക്കെ ചെയ്യുകയുണ്ടായി. ഏതായിരുന്നാലും അദ്ദേഹം ഈ സീസർ അല്ലെങ്കിൽ ഹിർക്കൽ ചക്രവർത്തി കുശാഗ്ര ബുദ്ധിയുള്ള ഒരാളായിരുന്നു. ഈ വന്ന പ്രവാചകൻ, തനിക്ക് സന്ദേശം അയച്ച പ്രവാചകനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ അദ്ദേഹം അബൂ സുഫിയാനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇമാം ബുഖാരി ആ സംഭവം വളരെ വിശദമായി, വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആദ്യം തന്നെ ചോദിച്ച ചോദ്യം, ഈ പറഞ്ഞ പ്രവാചകൻ്റെ കുടുംബം നിങ്ങളുടെ കൂട്ടത്തിൽ എത്രമാത്രം ഉന്നതമാണ്? അബൂ സുഫിയാൻ പറഞ്ഞു, അദ്ദേഹം ബനു ഹാഷിമാണ്. ബനു ഹാഷിം എന്ന് പറഞ്ഞാൽ അത് ഖുറൈശികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബം തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ഉന്നത കുലജാതനാണ് എന്നതിൽ സന്ദേഹമില്ല എന്ന് പറഞ്ഞു. ഉടനെ വന്നു ചക്രവർത്തിയുടെ രണ്ടാമത്തെ ചോദ്യം, അദ്ദേഹത്തിൻ്റെ ഈ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇത്തരമൊരു വാദവുമായി ഇതിന് മുമ്പ് രംഗത്ത് വന്നതായി നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. അബൂ സുഫിയാൻ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരു വാദവുമായി, ഒരു പ്രവാചകനാണ് എന്ന വാദവുമായിട്ട് ആരും വന്നതായി ഓർക്കുന്നില്ല, ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം, അതായത് വളരെ കൃത്യമായി ആ പോയിന്റിലേക്ക് ഹിർക്കൽ ചക്രവർത്തി വരികയാണ് എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ പിതാക്കളിൽ ആരെങ്കിലും മുമ്പ് രാജാക്കന്മാരായിരുന്നോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല, പിതാക്കന്മാരോ പിതാമഹന്മാരോ ആരും രാജാക്കന്മാരായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഇദ്ദേഹം ഈ പറഞ്ഞ ആശയത്തിലേക്ക് അദ്ദേഹം ക്ഷണിക്കുമ്പോൾ അതിൽ ആകൃഷ്ടരായി വരുന്നത് നിങ്ങളുടെ നാട്ടിലെ ദുർബലരാണോ അല്ല ഉന്നതരായ ആൾക്കാരാണോ? ദുർബലരാണോ ഉന്നതരാൾക്കാരാണോ ഇദ്ദേഹത്തിൻ്റെ ആശയം സ്വീകരിക്കാൻ മുന്നോട്ട് വരുന്നത്? അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ദുർബലരായ ആൾക്കാരാണ്, അടിമകൾ തുടങ്ങിയ ആൾക്കാരൊക്കെയാണ്, സാമ്പത്തികമായി അത്ര സുസ്ഥിതിയിലല്ലാത്ത ആൾക്കാർ, അവരൊക്കെ തന്നെയാണ് ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ ആദ്യമായി മുന്നോട്ട് വന്നിട്ടുള്ളവർ. പിന്നെ ഹിർക്കലിൻ്റെ ചോദ്യം ഇതായിരുന്നു, ഇവരുടെ എണ്ണം, അംഗസംഖ്യ കൂടുകയാണോ ചെയ്യുന്നത് അല്ല കുറയുകയാണോ ചെയ്യുന്നത്? അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, തീർച്ചയായും അവർ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, ഓരോ ദിവസവും അവരുടെ അംഗസംഖ്യ വർദ്ധിച്ചു വരുന്നുണ്ട്. പിന്നെ ചോദിച്ചു, ഇദ്ദേഹം എപ്പോഴെങ്കിലും ചതിച്ചിട്ടുണ്ടോ, നിങ്ങളെ ചതിച്ചിട്ടുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇതുവരെ ഞങ്ങളെ ഒരു വിഷയത്തിലും ഇദ്ദേഹം ചതിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഒരു കരാറിലാണ് ഉള്ളത്, ഒരു ട്രീറ്റിയിലാണ് ഞങ്ങളുള്ളത്. ഹുദൈബിയ സന്ധിയെയാണ് അബൂ സുഫിയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ അദ്ദേഹം ചതിക്കുമോ ചതിക്കില്ലേ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞു. ശരിക്കും അബൂ സുഫിയാന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ ഒരു സന്ദേഹം ഉണ്ടാക്കി തീർക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വാക്ക് പറയാൻ കഴിഞ്ഞത് ഇവിടെ മാത്രമാണ് എന്ന് ഈ ഹദീസിൻ്റെ അനുബന്ധ പഠനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹം പിന്നെ തുടർന്ന് ചോദിച്ചു, നിങ്ങൾ അദ്ദേഹവുമായി യുദ്ധം ചെയ്തിട്ടുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞു, യുദ്ധം ചെയ്തിട്ടുണ്ട്. ആ യുദ്ധത്തിൻ്റെ ഗതി എന്തായിരുന്നു? അപ്പോൾ യുദ്ധത്തിൻ്റെ ഗതി സിജാൽ, അത് സമാസമമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ചിലപ്പോൾ അദ്ദേഹം ജയിക്കും, ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും, ഇതായിരുന്നു അതിൻ്റെ ഒരു കാര്യം. പിന്നെ എന്തൊക്കെയാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത്? അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ പഠിക്കുന്നുണ്ട്, കുടുംബ ബന്ധങ്ങളൊക്കെ ചേർക്കണമെന്ന് പറയുന്നുണ്ട്, സത്യസന്ധത പുലർത്തണമെന്ന് പറയുന്നുണ്ട്, ലൈംഗിക വിശുദ്ധി പുലർത്തണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള മഹത്തായ ഉന്നതമായ കാര്യങ്ങളാണ് ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ എന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ രാജാവ്, അതായത് സീസർ ചക്രവർത്തി ഇങ്ങനെ ശരിയാണ് എന്ന അർത്ഥത്തിൽ തലയാട്ടാൻ തുടങ്ങി. ഈ തലയാട്ടുന്നത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ തന്നെ കുറേ മതപുരോഹിതന്മാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ വലിയ വിദൂഷകന്മാരുണ്ടായിരുന്നു, ക്രൈസ്തവ മതബന്ധിയായി ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇവർക്കൊക്കെ തന്നെയും ഭയം തോന്നി, ഈ രാജാവിൻ്റെ പോക്ക് വേറെ ഏതോ ഒരു ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് അവർ ആശങ്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവിടെ ഈ കൊട്ടാരത്തിനുള്ളിൽ കലപില ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങി എന്നാണ്. അത് കണ്ടപ്പോൾ സീസർ ചക്രവർത്തി എല്ലാവരോടും പുറത്തേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് പോയി. സത്യത്തിൽ സീസർ ചക്രവർത്തിയുടെ മനസ്സിൽ പ്രവാചകൻ്റെ വ്യക്തിത്വം ആലേഖിതമായിരുന്നു അപ്പോഴേക്കുമെന്നാണ്. മാത്രമല്ല തുടർന്ന് അബൂ സുഫിയാനോട് തന്നെ പറയുന്നുണ്ട്,
നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സന്ദേശം അയച്ച പ്രവാചകൻ സത്യമാവാനാണ് സാധ്യത. കാരണം ഞാൻ ചോദിച്ചല്ലോ, അദ്ദേഹത്തിൻ്റെ കുടുംബം എങ്ങനെയാണ് എന്ന് ചോദിച്ചു. ഉന്നത കുടുംബാംഗമാണ് എന്ന് പറഞ്ഞു. പ്രവാചകന്മാരെല്ലാം അങ്ങനെയാണ്, ഉന്നത കുടുംബാംഗങ്ങളായിരിക്കും. അതുപോലെ തന്നെ മുമ്പ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇത്തരം വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വാദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കുടുംബപരമായി ഇങ്ങനെ വാദിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ തൻ്റെ പിതാവ് രാജാവായിരുന്നുവെങ്കിൽ ആ രാജാവിൻ്റെ സ്ഥാനം തനിക്കും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എന്നൊക്കെ വന്നേക്കാം. മാത്രമല്ല, പിന്നീട് ഞാൻ ചോദിച്ചു, അവർ കൂടുകയാണോ കുറയുകയാണോ? സത്യം എപ്പോഴും താങ്കൾ പറഞ്ഞ പോലെ കൂടി കൂടി വരികയാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ പിന്നെ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ കൽപ്പിക്കുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം കൽപ്പിക്കുന്നതെല്ലാം ഓരോ മനുഷ്യനും ജീവിതത്തിൽ പകർത്തേണ്ടുന്ന വളരെ മഹത്തായ സ്വഭാവങ്ങളാണ്, ശീലങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വർത്തമാനം, ഈ അനുബന്ധം കൂടി പറഞ്ഞപ്പോൾ എല്ലാവർക്കും തോന്നിപ്പോയി രാജാവ് ഇങ്ങനെ വേറെ ഏതോ ഒരു ദിക്കിലേക്കും ദിശയിലേക്കും പോവുകയാണ് എന്ന് തോന്നിപ്പോയി എന്നാണ്. ഏതായിരുന്നാലും റോമിലെ രാജാവ് സീസർ ചക്രവർത്തി, ഹിർക്കൽ ചക്രവർത്തി പിന്നെ കൂടുതലായി ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം അതിൻ്റെ ശേഷം വേറെ ഒരു ചുവട് ആ വിഷയത്തിൽ മുന്നോട്ട് വെച്ചിട്ടില്ല. എന്തായിരുന്നാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് എല്ലാവരെയും പിടിച്ചു വലിച്ച് ആകർഷിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയല്ല, മറിച്ച് എല്ലാവർക്കും ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. സന്ദേശം സ്വീകരിക്കാൻ സന്മനസ് കാണിക്കുന്നവർ, സ്വന്തം ബുദ്ധിയെ ചിന്തിക്കാൻ ഉപയോഗിക്കുന്നവർ, അവർ അതിനു വേണ്ടി അത് ഉപയോഗിക്കണമെന്ന് മാത്രം. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നജാഷി രാജാവിന്, മുഖൗക്കിസ് രാജാവിന്, പേർഷ്യയിലെ കിസ്ര ചക്രവർത്തിക്ക്, റോമിലെ കൈസർ ചക്രവർത്തിക്ക് അവർക്ക് എഴുതിയ കത്തുകളാണ് നാം അനുസ്മരിച്ചത്. ഇതേപോലെ തന്നെ ബഹ്റൈനിലെയും അതുപോലെ തന്നെ ഒമാനിലെയും തുടങ്ങിയ പ്രാദേശികമായ ചെറിയ ചെറിയ ഭരണാധികാരികൾ അക്കാലത്തുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവർക്കും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തുകൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ മഹാനായ നബി തൻ്റെ ദൗത്യം, തൻ്റെ ഉത്തരവാദിത്വം, താൻ എന്തിനാണോ വന്നത് ആ കാര്യം അത് വേഗത്തിൽ പൂർത്തീകരിച്ച് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹിജ്റ 8-ാം വർഷത്തിലേക്ക് നാം കടക്കുന്നത്. ഹിജ്റ 8-ാം വർഷത്തിൽ വളരെ സന്തോഷകരമായ കാര്യമുണ്ടായി. പക്ഷേ അതിനു മുമ്പായി വളരെ സങ്കടകരമായ ഒരു സംഭവമുണ്ടായി. അതെന്താണ് എന്നല്ലേ, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഉടനെ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.